ഈ നിവിൻ വെറുപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അല്ല, കോമഡിയൊക്കെ നല്ലതാണ്, നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയില്ലേ, അതേപോലെയാണ് നെവിന്റെ കോമഡി എനിക്കിപ്പോൾ തോന്നുന്നത്. ഇന്ന് രാവിലെ മുതലേ അവിടെ കോമഡിയും പറഞ്ഞ് വളിച്ച തമാശയും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടെങ്കിലും അവിടെ കിട്ടേണ്ടത് അനുമോള് നല്ല കൊട്ട് നമ്മുടെ നെവിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയില്ലേ, അതായിരുന്നു ഇന്ന് നെവിന് കിട്ടിയ കാര്യം. അപ്പൊ അനുമോളിനടുത്ത് വടി കൊടുത്ത് അടി വാങ്ങി ഇന്ന് നെവിൻ എന്ന് വേണം പറയാം. രാവിലത്തെ മോർണിംഗ് ടാസ്ക് എത്ര പേര് കണ്ടു എന്നറിയില്ല. മോർണിംഗ് ടാസ്കിൽ അവർക്ക് ഇവിടെ ബിഗ് ബോസ് വേണ്ടിയ കപ്പ് അവർക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പത്രസമ്മേളനം നടത്തുന്നതിനെ കുറിച്ചും അതിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയുന്നതായിരുന്നു അവിടെ ടാസ്ക് എന്ന് പറയുന്നത്. അതിൽ അനുമോള് ചൊറിഞ്ഞുകൊണ്ട് അവിടെ നെവിനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് അനുമോള് കിടക്കുന്ന ആ ബെഡിന്റെ അവിടെ ഒരു പൂവിന്റെ മരമൊക്കെ ഉണ്ടല്ലോ, ആ മരം ഒരു ശവന്നാറി പൂവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആ ശവന്നാറി പൂവ് തെരഞ്ഞെടുത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ നെവിൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനെ അനുമോള് നല്ല മറുപടി അങ്ങ് കൊടുത്തു. ശവന്നാരിപ്പൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ പൂവിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് മണപ്പിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ മണപ്പിച്ചിട്ടുള്ളവർക്കാണ് അത് എന്താണ് ശവന്നാരികൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുള്ളൂ. അത് മണപ്പിച്ചിട്ടുള്ളവർക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നെവിനാണ് അത് കൂടുതൽ മണപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കൊട്ട് അവിടെ അനുമോള് കൊടുക്കുന്നുണ്ടായിരുന്നു. ചമ്മി നാണം കെട്ടിയിരിപ്പുണ്ടായിരുന്നു. ഷാനവാസും അനീഷും ആര്യനും ഒക്കെ കിടന്നിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വടി കൊടുത്ത് അടി വാങ്ങി നമുക്ക് നാണം കെട്ടിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു മറുപടി അനുമോളുടെ ഭാഗത്തു നിന്ന് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു. എല്ലാവരും ചിരിച്ച് ഒരു വഴിക്കാവുന്നുണ്ടായിരുന്നു. ഇപ്പൊ അനുമോള് അപ്പപ്പം മറുപടി കൊടുക്കുന്നുണ്ട്. ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കാൻ അറിയാതിരുന്ന അനുമോളാണ് ഇപ്പൊ 2 ദിവസമായിട്ട് അവിടെ എന്തൊക്കെയാ പറയുന്നത്, എങ്ങനെയാ ചുട്ട മറുപടികൾ കൊടുക്കാനായിട്ടും അനുമോൾക്ക് അറിയാന്ന് ഇപ്പൊ അനുമോള് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് എത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെ വരെ എത്തിയതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം അനുമോൾക്ക്. ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആയിരിക്കാം ഇത്രയും സംസാരിക്കാനുള്ള ഒരു ഇത് അനുമോൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ടിക്കറ്റ് ഫിനാലെ നടക്കുന്ന സമയത്ത് അനുമോള് മോശമൊന്നല്ല കേട്ടോ. ഇനിയിപ്പോ 1ാം സ്ഥാനത്ത് എത്തുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അനു നന്നായിട്ട് അവിടെ കളിക്കുന്നുണ്ട്. ഇപ്പൊ 3ാം സ്ഥാനം മറ്റാണ് അനുമോൾക്ക് 2 ഗെയിം കഴിഞ്ഞതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. ആരാണ് 1ാം സ്ഥാനത്ത്? നമ്മുടെ നൂറ. ഞാനവിടുത്തെ ടോപ്പ് 6ൽ വരാൻ പോലും യോഗ്യതയില്ല എന്ന് വിചാരിക്കുന്ന മത്സരാർത്ഥിയാണ് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആരും വിജയിക്കും, ആരും ടിക്കറ്റ് ഫിനാലെ എടുക്കും എന്നാണ് ഒരുവിധം പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ്. പക്ഷേ ഇപ്പൊ ആര്യൻ നന്നായിട്ട് ബാക്കിലോട്ട് പോയി. ഇപ്പൊ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ്, 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമേനാണ്, 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനുമോളാണ്. അനുമോള് കഴിഞ്ഞ ദിവസത്തെയും ഈ ദിവസത്തെയും 2 ദിവസം 6 പോയിന്റാണ് അനുവിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ 12 പോയിന്റ് മറ്റാണ് അനുമോൾക്കുള്ളത്. നൂറയ്ക്കുള്ളത് എനിക്ക് തോന്നുന്നു 18 പോയിന്റോ മറ്റാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ അനൂറ അങ്ങനെ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തുകൊണ്ട് ടോപ്പ് 6ലേക്ക് എത്തുമോ എന്നാണ് ഇപ്പൊ ഞാൻ സംശയിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഫസ്റ്റ് ടാസ്ക് ആണെങ്കിൽ പോലും നൂറയ്ക്ക് അവിടെ വയ്യാണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ഷീണിതയായിട്ടൊന്നുമല്ല നൂറ ആ ഗെയിം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ച് കാലിന്റെ മുട്ടിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞത് കൊണ്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയ സമയത്താണ് നൂറ് അവിടെ നിന്ന് 7ാം സ്ഥാനത്ത് 7 പോയിന്റുമായിട്ട് നൂറ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയത്. അപ്പോൾ നൂറയ്ക്ക് ഇനിയും അവിടെ ഇങ്ങനെയുള്ള എൻഡുറൻസ് ടാസ്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ സാധിക്കും, ടാസ്കുകൾ നന്നായി ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നൂറ ആ ടാസ്കുകളൊക്കെ വിജയിച്ച് ടോപ്പ് 6ലേക്ക് എങ്ങാനും ഈ ആഴ്ച നൂറ സേഫ് ആവാണ് എന്നുണ്ടെങ്കിൽ, നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൂറ നേരിട്ട് അവിടെ ടോപ്പ് 6ലേക്ക് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ എണ്ണം ഒന്ന് പേടിക്കണം. കാരണം നൂറ കയറി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയാണ് അവിടെ നിന്ന് പുറത്തു പോകാന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. പക്ഷെ നൂറയുടെ ഗെയിമിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ടാസ്ക് ജയിച്ച് കയറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ഗെയിമിനോട് എനിക്ക് താല്പര്യമില്ല. നൂറ ഒരിക്കലും ടോപ്പ് 6ൽ വരണമെന്ന് ഞാനൊട്ടും ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയല്ല നൂറ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. രാവിലെ നമ്മുടെ അനീഷിന് നല്ലൊരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അനീഷിന്റെ അടുത്ത് ഇവിടെ ക്രഷ് തോന്നിയത് ആരാണെന്ന് ചോദിച്ച സമയത്ത് അനീഷിന് ക്രഷ് തോന്നിയിട്ടുള്ളത് ഒന്ന് ജിസയില്, ഇപ്പിള്ളയില് നമ്മുടെ അനുമോളാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ അനീഷിന് ഒരു അബദ്ധം പറ്റിയതാണ്. അത് ക്രഷ് ഒന്നുമല്ല, ഫ്രീഡം. ഒരാളുടെ അടുത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ സാധിക്കുക, ആളുടെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ട് ഇടപെടാൻ സാധിക്കുന്നു എന്നൊരു അർത്ഥം മാത്രമേ അനീഷ് അതിന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അനുമോളുടെ അടുത്ത് എന്തും ഫ്രീ ആയിട്ട് സംസാരിക്കാം, എന്തും ചോദിക്കാം,
സംസാരിക്കാം, അത്രയും ഒരു ഫ്രീഡം ഉണ്ട് അനുമോളുടെ അടുത്തുനിന്നാണ് അനീഷ് പിന്നീട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദിലയുടെ അടുത്ത്. പക്ഷെ അനുമോൾ നന്നായിട്ട് കളിയാക്കുന്നുണ്ട് ഇത് തിരുത്താൻ വന്ന സമയത്ത്. അനീഷ് ഏട്ടാ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ കളിയാക്കുന്നുണ്ടായിരുന്നു അനീഷിന്റെ അടുത്ത്. അത് കേട്ടിട്ട് അനീഷിനാകെ ടെൻഷനായിട്ട് അനീഷ് ആദിലയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അനീഷ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടു. എന്തായാലും ടിക്കറ്റ് ഫിനാലെയാണ് നമുക്കിപ്പോൾ പ്രധാനമായിട്ടുള്ള അവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. മറ്റ് കണ്ടന്റുകൾ മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല നിലവിൽ. എന്ന് വെച്ചാൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള ചൊറിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ചൊറിച്ചിൽ നെവിൻ കിടന്ന് അനുമോളെ ചൊറിയുന്നു എന്നല്ലാതെ അവിടെ മറ്റൊരു ചൊറിച്ചിൽ അവിടെ നമുക്ക് കാണാനില്ല. അനീഷും അക്ബറും തമ്മിൽ ചെറിയ തോതിൽ കാലത്തൊന്ന് വഴക്കിട്ടു. ആ കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് ആ മരുന്നെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ല സ്റ്റോർ റൂമിൽ പോയിട്ട് ആ മരുന്നെടുത്ത് കൊണ്ടുവന്നു അനീഷേട്ടൻ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അക്ബറും അനീഷും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം അവിടെ ഉണ്ടായി എന്നല്ലാതെ അവിടെ കാര്യമായിട്ടുള്ള വേറെ കണ്ടന്റ് ഒന്നുമില്ല. എല്ലാവരും ടിക്കറ്റ് ഫിനാലെ എങ്ങനെയെങ്കിലും വിൻ ചെയ്യണം അല്ലെങ്കിൽ നന്നായി ടാസ്ക് കളിക്കണം എന്നൊരു ലക്ഷ്യത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അവിടെ ആര്യനൊക്കെ താഴേക്ക് പോയതിന്റെ നല്ല വിഷമത്തിലാണ് ആര്യൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന സാബുമേനെയാണെന്നുണ്ടെങ്കിലും എങ്ങാനും ഔട്ട് ആവോ ഇല്ല എന്നുള്ളതിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ സാബുവിനെ എങ്ങനെയും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് ടോപ്പ് 6 വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. സാബു നന്നായി ടാസ്ക് കളിക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഗെയിമർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ സാബു അവിടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സാബു മുന്നുണ്ടായിരുന്ന സാബു തന്നെയാണോ ഇപ്പോഴത്തെ സാബു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സാബു ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അവിടെ മെയിനായിട്ട് സംസാരിക്കുന്നത് നെവിനുമായിട്ടുള്ള വഴക്കിന്റെ ഇടയിൽ നെവിനെയൊക്കെ നന്നായി തേച്ചൊട്ടിക്കുന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രാവിലത്തെ ഈ ടാസ്കിൽ നെവിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നെവിൻ എന്ന് പറഞ്ഞത്. അവിടെ പത്രസമ്മേളനത്തിൽ വിൻ ചെയ്ത് വന്നിരിക്കുന്ന നെവിൻ അവിടെ ഒരു കണ്ണൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി കളിയാക്കി ചോദിക്കുന്നുണ്ട് എന്തിനാ ടിഷ്യൂ പേപ്പർ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾ ആരോ ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളല്ല വിൻ ചെയ്തത്, അത് വിൻ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ വീട്ടിലെ ബാക്കി എല്ലാവരും മരവാഴകളാണ്, അതുകൊണ്ടാണ് എനിക്കത് വിൻ ചെയ്യാൻ സാധിച്ചത് എന്നാണ് അവിടെ നെവിൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്. എന്ത് മറുപടി എന്ന് അതിനൊക്കെ പറയേണ്ടത്? അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവമായിട്ട് നെവിൻ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് ചോദിച്ച സമയത്ത് പറയണേ എനിക്ക് ആരോടും നന്ദി പറയേണ്ട ആവശ്യമില്ല, ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിച്ച് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അങ്ങനെ എനിക്ക് ആരോടെങ്കിലും നന്ദി പറയണമെന്നുണ്ടെങ്കിൽ എന്നെ ഇതിലേക്ക് വരാൻ ഇത് സഹായിച്ച പ്രോത്സാഹനം നൽകിയ എൻ്റെ ഫ്രണ്ടിനോട് മാത്രമാണ് എനിക്ക് നന്ദി പറയാനുള്ളൂ, അല്ലാതെ വേറെ ആരോടും എനിക്ക് ഒരു നന്ദിയും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് ഇന്ന് നെവിൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഈ നെവിനെ പോലെയുള്ളവർക്ക് വോട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം എന്ന് തോന്നും നെവിന്റെ ഈ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി പറയേണ്ടത് ആരോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവനെ വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി പറയാനുള്ള ഒരു മനസ്സ് പോലും ആ നെവിൻ അവിടെ കാണിച്ചില്ല. ഇവനവിടെ കാണിക്കുന്ന ഗോഷ്ഠികൾ കണ്ടിട്ടാണെങ്കിലും ഇവൻ കാണിക്കുന്ന ഉണ്ടാക്കി കോമഡികൾ കണ്ടിട്ടാണെങ്കിൽ പോലും അവൻ വോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ജനങ്ങളില്ലേ, അവർ വോട്ട് ചെയ്തത് കൊണ്ടല്ല അവൻ ഇവിടം വരെ എത്തിയത്. അതിനെ പോലും നന്ദി പറയാനുള്ള ഒരു മനസ്സ് കാണിക്കാത്ത ഇവനെയൊക്കെ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു തരത്തിലുള്ള നന്ദിയോ കടപ്പാടോ ഒന്നും ആരോടും ഇല്ലാത്ത ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നെവിൻ അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നെവിനെ തുടക്കത്തിലൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ പോകെ പോകെ നെവിന്റെ ക്യാരക്ടർ ഇപ്പം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു നെവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, സ്വന്തം കാര്യം സിന്ദാബാദ്, മറ്റുള്ളവരെ ഭക്ഷണം കഴിച്ച് മോഷ്ടിച്ച് കഴിച്ച് സ്വന്തം വയറെന്നറിയണം, സ്വന്തം കാര്യം എന്ന് മാത്രം നോക്കി ജീവിക്കുന്ന, പിന്നെ അവന്റെ ആക്ഷൻസും കാര്യങ്ങളും ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ വരും. എങ്ങനെയാണ് ജനങ്ങൾ സഹിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ മാരാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിനെ എതിർക്കുന്നവർ കുറച്ച് പേരുണ്ടാവാൻ, നെവിനെ ഇഷ്ടപ്പെടുന്നവരെ. പക്ഷെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ വോട്ട് ചെയ്യുന്നതിനോട് എന്ത് നന്ദിയാണ് അവൻ പറയുന്നത്? എനിക്ക് ഒരാളോട് ഒരു നന്ദിയില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇവനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. എന്താ വെച്ചാൽ അഖിൽ പറഞ്ഞതാണ് ഇപ്പോൾ സത്യം എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരാളോടും ഒരു തരത്തിലുള്ള കടപ്പാടോ സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ല, സ്വന്തം കാര്യം മാത്രം. അത്രയും സെൽഫിഷ് ആയിട്ടാണ് നെവിൻ ഇന്ന് അവിടെ പെരുമാറുന്നത്. ഇന്ന് നല്ല എന്നും, പക്ഷെ ഇന്ന് അത് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഇനി ബാക്കിയുള്ള ടിക്കറ്റ് ഫിനാലയിലെ ബാക്കിയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ടാസ്ക് ഒക്കെ വരുന്നുണ്ട്. ആര് വിൻ ചെയ്യുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ നൂറ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇനി എങ്ങാനും നൂറ വിൻ ചെയ്തിട്ട്. പക്ഷേ അവിടെ സാബുവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. തൊട്ട് താഴെ തന്നെ അനുമോളും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് നൂറയ്ക്ക് വിൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. എല്ലാ ടാസ്കിലും ഇതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് അതിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നൂറയ്ക്ക് അവിടെ വിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. സാബുവിന് എന്തായാലും നൂറനെ കടത്തിവിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്തായാലും നെവിനെ കുറിച്ചാണ് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക.